സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കം പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ 6ാം ദിവസവും വിജയം കണ്ടില്ല. നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഉമ്മൻചാണ്ടിയും വി.എം. സുധീരനും തർക്കം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക്. കേരള നേതാക്കൾ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കയ്പമംഗലം സീറ്റ് ആവശ്യപ്പെട്ട് ടി.എൻ. പ്രതാപൻ രാഹുൽ ഗാന്ധിക്ക് കത്ത് അയച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. കത്ത് വിവാദം അഴിമതി വിരുദ്ധ പോരാട്ടത്തിനെതിരായ നീക്കമാണെന്ന് ടി.എൻ. പ്രതാപൻ. ഇത്തവണ മത്സരിക്കാനില്ല. വിവാദത്തിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പ്രതാപന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് യൂത്ത് കോൺഗ്രസ്. കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗവും പിളർന്നു. ചെയർമാൻ സ്ഥാനം രാജിവെച്ച മുൻമന്ത്രി വി. സുരേന്ദ്രൻപിള്ളയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പാർട്ടി വിട്ടു. ഇടതുമുന്നണിക്കെതിരെ നേമത്ത് മത്സരിച്ചേക്കുമെന്ന് സൂചന. സുരേന്ദ്രൻപിള്ളയ്ക്ക് സീറ്റ് മോഹമെന്ന് കറിയ തോമസ്. പ്രധാനമന്ത്രിയുടെ ദ്വിദിന സൌദി സന്ദർശനം തുടങ്ങി. വിമാനത്താവളത്തിൽ മോദിക്ക് രാജകീയ സ്വീകരണം. ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. സൽമാൻ രാജാവുമായി നാളെ കൂടിക്കാഴ്ച. ഫുട്ബോൾ ലോകം കാത്തിരുന്ന എൽ ക്ലാസിക്കോ പോരാട്ടം ഇന്ന്. 500ാം ഗോളിനരികിൽ ലയണൽ മെസ്സി. സമ്മർദ്ദമില്ലെന്ന് റയൽ മാഡ്രിഡ് മാനേജർ സിനദിൻ സിദാൻ. മത്സരം രാത്രി 12-ന് നൌ ക്യാമ്പിൽ. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. കോൺഗ്രസ് സീറ്റ് തർക്കം പരിഹരിക്കാനായി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിർണായക ചർച്ച ഡൽഹിയിൽ തുടരുന്നു. യോഗത്തിന് മുൻപായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു. എല്ലാ സീറ്റുകളിലും ധാരണയുണ്ടാക്കി ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വി.എം. സുധീരൻ പറഞ്ഞു. ഇല്ല, ഇതങ്ങനെ നിർണായക കൂടിക്കാഴ്ചയല്ല, സാധാരണ കൂടിക്കാഴ്ച മാത്രമാണ്. ഞങ്ങൾ എപ്പോഴും കാണുന്നവരാണ്, എപ്പോഴും സംസാരിക്കുന്നവരാണ്. അതൊരു വാർത്തയേ അല്ല. തർക്ക സീറ്റുകളല്ല, എല്ലാ സീറ്റുകളിലും കഴിയുന്നതും ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ല, ശ്രമം നടത്തുമ്പോഴല്ലേ ധാരണയാവുന്നത്. സവാദ് മുഹമ്മദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. സവാദ്, സോണിയാഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി ഏതെങ്കിലും വിധത്തിലുള്ള ധാരണ ഈ തർക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു എന്ന സുധീരന്റെ വാക്കുകൾ എത്രത്തോളം നടക്കും ഈ സാഹചര്യത്തിൽ? രാജീവ്, ഈ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ചർച്ച നടക്കുന്നതിന് മുമ്പ് മൂവരും കൂടിക്കാഴ്ച നടത്തിയത്. സുധീരനാണ് ഈ കൂടിക്കാഴ്ചക്കായി ഉമ്മൻചാണ്ടിയുടെ മുറിയിലേക്ക് എത്തിയത്. ഏതാണ്ട് കാമണിക്കൂർ നേരം അവർ ചർച്ചകൾ നടത്തി. ഇതിനുശേഷം 3 പേരും ഒന്നിച്ചാണ് പുറത്തിറങ്ങിയത്. ഒരു വാഹനത്തിലാണ് 3 പേരും സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് പോവുകയും ചെയ്തത്. എന്നാൽ ഇവരുടെ ഈ ഹ്രസ്വമായ കൂടിക്കാഴ്ചയിൽ എന്ത് തരത്തിലുള്ള ചർച്ചകളാണ് നടന്നതെന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരവും മാധ്യമപ്രവർത്തകർക്ക് ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും ധാരണ ഉണ്ടായതായും നമുക്ക് വിവരം ലഭിക്കുന്നില്ല. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോണിയാഗാന്ധിയുടെ ആയിട്ടുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി ഒരു ധാരണയിലെത്തുക, ഒരു പരസ്പര ധാരണയിലെത്താൻ വേണ്ടി തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്നാണ്. കാരണം കൂടിക്കാഴ്ചക്ക് തൊട്ട് മുമ്പായി രമേശ് ചെന്നിത്തല എ.കെ. ആന്റണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തല ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയത്. അപ്പോൾ എ.കെ. ആന്റണിയുമായുള്ള ആശയവിനിമയത്തിന്റെ ഒരു റിസൾട്ടും ഈ കൂടിക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ചതായാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് എന്താണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ സോണിയാഗാന്ധിയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ന് തന്നെ കോൺഗ്രസിന്റെ മുഴുവൻ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജീവ്, സവാദ്, നേരത്തെ 5 സീറ്റുകളുടെ കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. മറ്റു ചില സീറ്റുകളിൽ കൂടി തർക്കമുണ്ടായി എന്ന് ഇന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഏതൊക്കെ സീറ്റുകളെ ചൊല്ലിയാണ് പുതുതായി തർക്കമുണ്ടായത്? രാജീവ്, വടക്കാഞ്ചേരി, അതുപോലെ തന്നെ പുനലൂർ, തൃശൂർ തുടങ്ങിയ സീറ്റുകളിലാണ് ഇന്ന് പുതുതായി തർക്കം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് വി.എം. സുധീരൻ ഉമ്മൻചാണ്ടി തർക്കം എന്ന നിലക്കല്ല ഇതിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ സീറ്റുകളിൽ ഒന്നിലധികം ആളുകളുടെ പേര്, സ്ഥാനാർത്ഥികളുടെ പേര് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ ഒറ്റപ്പേര് ഉണ്ടാക്കാൻ ഇന്ന് ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ സാധിച്ചിരുന്നില്ല. AI ഗ്രൂപ്പുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വിവിധ പേരുകൾ ഉന്നയിക്കുകയായിരുന്നു. ഇതിൽ ഒരു അന്തിമ തീരുമാനം സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സവാദ് മുഹമ്മദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതൃത്വം സോണിയാഗാന്ധിയുമായുള്ള
ചർച്ച തുടരുകയാണ്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. N. ശ്രീകുമാർ, വീക്ഷണത്തിന്റെ റെസിഡന്റ് എഡിറ്റർ, അദ്ദേഹം തൃശൂർ ബ്യൂറോയിലുണ്ട്. ഒപ്പം BRM ഷഫീർ, KPCCയുടെ മീഡിയ സെൽ അംഗം, അദ്ദേഹം തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് ചേരുന്നു. R. ചന്ദ്രശേഖർ, INTUC നേതാവ്, അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കറിലേക്ക്. ശ്രീ ജയശങ്കർ, സ്ഥാനാർത്ഥി നിർണയ കാലത്തൊക്കെ കോൺഗ്രസിൽ ഉണ്ടാകാറുള്ള തർക്കം, അതിലപ്പുറത്തേക്കുള്ള ഒരു ഗൗരവം ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾക്ക് താങ്കൾ കാണുന്നുണ്ടോ? അങ്ങനെ ഗൗരവം കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാകാറുണ്ട്, തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, ചിലപ്പോഴൊക്കെ കയ്യാങ്കളി വരെ ഉണ്ടായിട്ടുണ്ട്. AICC പ്രസിഡന്റ് ഒപ്പിട്ട് അംഗീകരിച്ച പട്ടിക പിന്നീട് മാറ്റിയിട്ടുണ്ട്. ശ്രീ K. കരുണാകരൻ 2001 തെരഞ്ഞെടുപ്പിൽ ആദ്യം ഉണ്ടാക്കിയ പട്ടിക തിരുത്തിച്ചിട്ടുണ്ട്. എന്റെ വീടിരിക്കുന്ന മണ്ഡലമായ വടക്കേക്കരയിലടക്കം സ്ഥാനാർത്ഥികളെ മാറ്റി. വടക്കേക്കരയിൽ KP ധനപാലിന്റെ പേരാണ് ആദ്യം പാസ്സാക്കിയത്. പിന്നീട് MA ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കുകയും MA ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുകയും ചെയ്തു. അതാണ് കരുണാകരന്റെ കഴിവ്. കാരണം വടക്കേക്കര CPM വലിയ പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടെ 1960 ശേഷം ഒറ്റ തവണയാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത്. അത് MA ചന്ദ്രശേഖരനായിരുന്നു. അത്ര വലിയ കലാപങ്ങൾ ഉണ്ടായിട്ട് പക്ഷേ റിസൾട്ടിനെ ബാധിച്ചില്ല എന്നല്ല, UDFന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ആ തെരഞ്ഞെടുപ്പിലാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇത്തരം തർക്കങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം UDFന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഇത്തവണത്തെ ഒരു പുതുമ അല്ലെങ്കിൽ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് KPCC അധ്യക്ഷനും മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായ വലിയ സംഘർഷമാണ്. അതിലും സ്ഥാനാർത്ഥികളെ XO YO Z എന്നുള്ളതല്ല. ഇപ്പൊ KP ധനപാലൻ വേണോ MA ചന്ദ്രശേഖരൻ വേണോ എന്നുള്ള രീതിയിലുള്ള ഒരു തർക്കമല്ല, രണ്ട് വ്യക്തികളെ സംബന്ധിച്ചുള്ള തർക്കമല്ല. നേരെ മറിച്ച് കളങ്കിതർ എന്ന് പറയപ്പെടുന്ന രണ്ട് മന്ത്രിമാർ, കളങ്കിതർ എന്ന് പറയപ്പെടുന്നതല്ല, കളങ്കിതർ എന്ന് പൊതുസമൂഹത്തിൽ ബോധ്യമുള്ള രണ്ടുപേരെ സംബന്ധിച്ചുള്ള അടൂർ പ്രകാശ്, K. ബാബു, ഇവരെ രണ്ടുപേരും മാറ്റണം എന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. അഥവാ KPCC പ്രസിഡന്റ് ഈ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾക്കെതിരെ അവിശ്വാസം ഉന്നയിക്കുന്നു. അവരെ മാറ്റിയേ തീരൂ എന്ന് അദ്ദേഹം വാശി പിടിക്കുന്നു. അങ്ങനെ മുമ്പ് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ തർക്കമില്ലാതെ മാറ്റിയാണ് ചെയ്തത്. 1987 തച്ചടി പ്രഭാകരനെയും അതുപോലെ PK വേലായുധനെയും കളങ്കിതരൊന്നും ആയിരുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കി, കൈക്കല കൂടാതെ എടുത്തു കളഞ്ഞു. പിന്നീട് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കഴിഞ്ഞ് വീണ്ടും അധികം ജനവിധി തേടുന്ന 2006 തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ സംഭവിച്ചു. MA കുട്ടപ്പനെയും അതുപോലെ MM ഹസനെയും യാതൊരു കാരണം കൂടാതെ, ഒരു അഭിപ്രായം പറയാതെ, ആരോടൊന്നും ചോദിക്കാതെ അവരെ നീക്കം ചെയ്തു. അവരുടെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. എന്ത് സംഭവിച്ചത് അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അഴിമതിക്കാരാണെന്ന് പറയുന്ന 2 പേർ, അടൂർ പ്രകാശ്, K. ബാബു. അതുകൂടാതെ കളങ്കിതർ എന്ന് പറയുന്ന മറ്റു ചില മെമ്പർമാർ. ഉദാഹരണത്തിന് ബെന്നി ബെഹനാൻ 6-7 തവണയൊന്നും ജയിച്ച ആളല്ല, ഒറ്റ തവണ ജയിച്ചിട്ടുള്ളൂ. തൃക്കാക്കര മണ്ഡലത്തിൽ നിന്ന് ഇക്കഴിഞ്ഞ തവണ മാത്രം ജയിച്ച ആളാണ്, ഒറ്റ തവണ ജയിച്ച ആൾ. അദ്ദേഹത്തെ മാറ്റണം എന്ന് പറയുന്നു. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാരണം തന്നെയാണ്. ആ കാരണത്താൽ മാറ്റാൻ കഴിയുമോ ഇല്ലയോ? ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ ഇവരുടെ പേര് ഒഴിവാക്കിയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇവരെ മാറ്റിയേ തീരൂ എന്ന് KPCC പ്രസിഡന്റ് ശാഠ്യം പിടിക്കുന്നു. ഉമ്മൻചാണ്ടിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നു, ഇവർ വേണമെങ്കിൽ പോട്ടെ. ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി അനാവശ്യമായ ശാഠ്യം പിടിക്കുന്നു. ഇവരെ ഇല്ലാതെ എനിക്ക് തെരഞ്ഞെടുപ്പിന് പോകാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇവരെ കൊണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പിന് പോകാൻ കഴിയുകയില്ല എന്ന് സുധീരൻ പറയുന്നു. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവസാനിക്കണമല്ലോ. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ കാര്യം സമാധാനമുള്ളതാണ്. KC ജോസഫ് പലതവണയായിട്ട് ജയിക്കുന്നു, മാറ്റണോ മാറ്റാതിരിക്കണോ? ഡൊമിനിക് പ്രസന്റേഷനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായമില്ല. അദ്ദേഹം പലതവണയായിട്ട് ജയിച്ച ആളാണ്. മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് അറിയാം എങ്ങനെ അവരെ മാറ്റണം എന്നുള്ളത്. അതൊക്കെ വേറെ കാര്യങ്ങളാണ്. ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനം അന്തിമമല്ലല്ലോ. അതിന് പുറത്ത് ജനങ്ങൾക്ക് ഒരു അപ്പീലുണ്ട്. ജനങ്ങളാണ് ഏറ്റവും അവസാനം തീരുമാനിക്കുന്നത് ഇയാൾ വേണോ, അത് ഇയാളെ വീട്ടിൽ പറഞ്ഞു വിടണോ. അങ്ങനെയൊക്കെ പല ആൾക്കാരും വീട്ടിൽ പറഞ്ഞു വിട്ട ചരിത്രം നമുക്കറിയാം. ആ തീരുമാനം ജനങ്ങൾ ഏറ്റവും അവസാനം എടുത്തോളും. അത് നമ്മൾ കോൺഗ്രസ്സുകാർ വിഷമിക്കേണ്ട ആവശ്യമില്ല, അത് ജനങ്ങൾ ചെയ്തോളും. ഞാൻ പറഞ്ഞ പ്രശ്നം അതല്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ 2 മന്ത്രിമാരെ സംബന്ധിച്ചുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഈ 2 മന്ത്രിമാരും ബെന്നി ബെഹനാനുമാണ്. ഈ 3 പേർ കളങ്കിതരാണ് എന്ന് KPCC പ്രസിഡന്റ് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. വേണമെങ്കിൽ AICC പ്രസിഡന്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ച് സോണിയാഗാന്ധിക്ക് KPCC പ്രസിഡന്റിന്റെ ഭിന്നാഭിപ്രായം വീറ്റോ ചെയ്ത് ഇവരെ പുനഃസ്ഥാപിക്കാം, അവരെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്താം. അവരെ നിർത്തുന്നത് കുഴപ്പമൊന്നുമില്ല. ഇവർ 3 പേരും ജയിക്കാവുന്ന സ്ഥാനാർത്ഥികളാണ്. ഞാൻ എറണാകുളം ജില്ലക്കാരനാണ്. 3 പേരിൽ അടൂർ പ്രകാശിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ജയിക്കാവുന്ന ആളാണ്. K. ബാബുവും ഒരുപക്ഷെ മത്സരിച്ചാൽ ജയിക്കാം, ജനങ്ങൾ അംഗീകരിക്കുകയോ. പക്ഷേ പ്രശ്നം അതല്ല. ഈ 3 പേരെ കൊണ്ടുപോയാൽ ബാക്കി 137 മണ്ഡലങ്ങളിൽ ബാധിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ
ഇവരെ പോലുള്ളവർ ആ മണ്ഡലത്തിൽ മാത്രമല്ല ദോഷം ചെയ്യുക, ഇങ്ങനെയുള്ള ആളുകളെ മത്സരിപ്പിച്ചാൽ അത് മൊത്തത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ക്ഷീണം ചെയ്യും. ഇത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടിക്ക് ഒരാൾ ഒഴിച്ച് ബാക്കി ആർക്കും തർക്കമില്ലാത്ത കാര്യമുണ്ട്. രമേശ് ചെന്നിത്തല പോലും രഹസ്യമായിട്ട് ചോദിച്ചാൽ പറയും ഇവരെ മാറ്റുന്നതാണ് നല്ലത്, മുന്നണിക്ക് നല്ലത്, പാർട്ടിക്ക് നല്ലത്. ഇവരെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോയാൽ വലിയ പരാജയം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ വിവേകം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഷഫീർ, ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കൃത്യമായ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റ് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എന്ന് വരുകിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, KPCC പ്രസിഡന്റ് പരസ്യമായി ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവരെ മാറ്റി നിർത്തണം അല്ലെങ്കിൽ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുവെങ്കിൽ അവരുടെ പേരുള്ള അവിശ്വാസ പ്രഖ്യാപനമാണ് ആ നടക്കുന്നത്. അവരെ മത്സരിപ്പിക്കണം എന്ന് മുഖ്യമന്ത്രി നിർബന്ധം പിടിക്കുന്നുവെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് എന്ന് ജനം കരുതുകയും ചെയ്യും. ഈ ഒരു പ്രതിസന്ധി കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നില്ലേ? അല്ലെ, കോൺഗ്രസിന്റെ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും താഴെത്തട്ട് മുതൽ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ടാണ് ഏറ്റവും അവസാനം ഡൽഹിയിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് സ്ഥാനാർത്ഥി പട്ടിക വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ചർച്ചയും അതിനെ സംബന്ധിച്ച് വിപരീത അർത്ഥത്തിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. ഡൽഹിയിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അദ്ദേഹം ചില നേതമായ ചില തീരുമാനങ്ങൾ അവിടെ പറയാവുന്നതാണല്ലോ. കാരണം തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ചെറുപ്പക്കാർക്കും കുറേയേറെ പുതുമുഖങ്ങൾക്കും അവസരം കൊടുക്കണം. ഇത് ശക്തമായി സ്ക്രീനിംഗ് കമ്മിറ്റിക്കകത്ത് പറഞ്ഞു. അത് പറയാൻ ബാധ്യസ്ഥപ്പെട്ട ആളാണ് അവർ. ഈ പറയപ്പെടുന്ന KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ 30 വയസ്സുകളിൽ അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വന്ന ആളുകളെന്ന നിലയിൽ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കേണ്ട ഉത്തരവാദിത്വം KPCC പ്രസിഡന്റ് അവിടെ നിർവഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം, ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ വിജയസാധ്യത മാത്രം നോക്കാതെ മൊത്തത്തിൽ 140 മണ്ഡലങ്ങളിലും UDFന് എങ്ങനെ ജയിക്കാം, അതിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരാൾ മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിൽ അയാൾ ജയിക്കുമായിരിക്കും, പക്ഷേ ആ മണ്ഡലത്തിൽ ജയിക്കുന്നതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്ന് തലനാരിഴ കീറി കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിക്കകത്ത് എന്തെങ്കിലും തരത്തിൽ ചർച്ചകൾ KPCCയുടെ പ്രസിഡന്റ് നടത്തിയാൽ അത് പുറത്ത് പറയാതെ, പുറത്ത് അതൊരു മാധ്യമങ്ങളുടെ ഇടയിൽ പരസ്യപ്പെടുത്താതെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന്റെ സംഘടനാ ശരീരം ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിലെന്താണ് ഇത്ര തെറ്റ്? ശ്രീ ഷഫീർ, അത് പറയുമ്പോൾ താങ്കൾ ഈ ഉന്നയിക്കുന്ന കാര്യങ്ങൾ KPCC പ്രസിഡന്റ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ അദ്ദേഹം അവിടെ ജയിക്കുമായിരിക്കാം, പക്ഷെ മറ്റു മണ്ഡലങ്ങളിലെ ഫലത്തെ അതെങ്ങനെ സ്വാധീനിക്കും എന്ന തരത്തിലുള്ള ആലോചനകൾ KPCC പ്രസിഡന്റ് നടത്തുമ്പോൾ UDF സർക്കാർ തിരിച്ച് അധികാരത്തിൽ വരണം എന്ന ഉദ്ദേശ്യശുദ്ധിയോടുകൂടി അദ്ദേഹം അത് നടത്തുമ്പോൾ ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കും ബാക്കിയുള്ളവർക്കും മനസ്സിലാകാതെ പോകുന്നുണ്ടോ? അങ്ങനെ കാണേണ്ടതില്ല. ഇപ്പൊ ഏറ്റവും അവസാനം എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചാണെങ്കിൽ ഡൽഹിയിൽ 3 നേതാക്കന്മാർ, കോൺഗ്രസിന്റെ 3 മുഖങ്ങളായ 3 നേതാക്കന്മാരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. ബഹുമാനപ്പെട്ട AICCയുടെ പ്രസിഡന്റിന്റെ വീട്ടിൽ അവർ ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വിവരമനുസരിച്ച് ഞാനൊരു കാര്യം പറയാം, കോൺഗ്രസിന് അഭിമാനകരമായ രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ ഇതിനേക്കാൾ വലിയ കലാപങ്ങളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിലെല്ലാം കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. 2001 നേരത്തെ പറഞ്ഞതുപോലെ 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ രഥത്തിൽ കയറി പ്രചരണം നടത്തിയ സമയത്ത് അവരെ മാറ്റിയിട്ട് പുതിയ ആളുകളെ പ്രഖ്യാപിച്ചത്. ആ സ്ഥലങ്ങളിൽ ജയിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസ് 100 സീറ്റുമായി 2000 അധികാരത്തിലേറി. ഇനി തെരഞ്ഞെടുപ്പിന് 2 ആഴ്ചക്കാലമുണ്ട്. ഏറ്റവും അവസാനം ട്രെൻഡ് നിശ്ചയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെല്ലാം നിരന്നതിന് ശേഷം അവസാനത്തെ 2 ആഴ്ച എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പെർഫോമൻസ്, മുന്നണിയുടെ പെർഫോമൻസ് എന്ന് നോക്കിയിട്ടാണ് ട്രെൻഡ് രൂപപ്പെടുക. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള അവകാശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്കാണ്, ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിന് ഒരു കോൺഗ്രസ് നേതാവും ലംഘിക്കുകയില്ല. ഇവിടെ ഹൈക്കമാൻഡിന്റെ കാര്യം ഷഫീർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിന്റെ സാന്നിധ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയുമായി പലവട്ടം നടത്തിയ കൂടിക്കാഴ്ചകൾ, AK ആന്റണിയുടെ ഇടപെടൽ, ഇതൊക്കെ ഉണ്ടായിട്ടും ദിവസങ്ങളായി തുടരുന്നു തർക്കം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹൈക്കമാൻഡ് ഇടപെട്ടിട്ട് പോലും ഇത്രയും ദിവസം വേണ്ടിവരുന്നു പരിഹരിക്കാൻ എങ്കിൽ ഈ നേതാക്കൾക്കിടയിലുള്ള തർക്കം അത് അത്രമേൽ ശക്തമാണ് എന്ന് മനസ്സിലാക്കണ്ടേ? ഇതിലെ 2 കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ശ്രീ ജയശങ്കർ ഇവിടെ വളരെ ആധികാരികമായിട്ട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. PM സുധീരൻ പറഞ്ഞു കളങ്കെതിരെ മാറ്റണം, 2 മന്ത്രിമാരെ മാറ്റണം. അങ്ങനെ ആരും ഒരു പത്രസമ്മേളനം നടത്തി സുധീരൻ പറഞ്ഞിട്ടൊന്നും ഇല്ല. വാർത്തകളിൽ കാണുന്ന ചില സങ്കല്പങ്ങളാണത്.
അതായത് സുധീരൻ ഇങ്ങനെ പറഞ്ഞു, ഉമ്മൻചാണ്ടി അങ്ങനെ പറഞ്ഞു, വാർത്തകളിലാണ് കാണുന്നത്. AICC ആസ്ഥാനത്ത് നടന്ന ഒരു ചർച്ചയ്ക്ക് ശേഷവും സുധീരൻ പത്രസമ്മേളനം നടത്തിയിട്ട് ഇന്ന ആളുകളെ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ചില നിഗമനങ്ങളിൽ എത്തുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എക്കാലവും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് ഇന്ദിരാഗാന്ധി ഇരിക്കുന്ന കാലത്തും രാജീവ് ഗാന്ധി ഇരിക്കുന്ന കാലത്തും സോണിയാഗാന്ധി ഇരിക്കുന്ന കാലത്തൊക്കെ ഒരേപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ തിരുവനന്തപുരത്ത് നമ്മളൊരു കോൺഗ്രസിന്റെ ചരിത്രപ്രകാരം കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിക്കാറില്ല. ഡൽഹിയിൽ ചർച്ച നടത്തി ആ ചർച്ചയുടെ അന്തിമ ഫലം ഡൽഹിയിലാണ് പ്രഖ്യാപിക്കുക. അത് ഒരു ചരിത്രപരമായിട്ട് ഇങ്ങനെ ഒരു പ്രൊസീഡിങ്സ് ഇങ്ങനെ നടന്നു പോകുന്നതാണ്. ഇത്തവണത്തെ പ്രത്യേകത, ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയതിന് ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം തുടങ്ങി. നേരെ മറിച്ച് രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം ഒരേ സമയത്ത് നടന്നിരുന്നെങ്കിൽ മാധ്യമങ്ങളിൽ ഇത്രയും വിപുലമായ രീതിയിൽ കോൺഗ്രസിന്റെ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വരുമായിരുന്നില്ല. ശ്രീകുമാർ, നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ വാർത്തകളാണ്. ഈ പറയുന്നതൊന്നും VM സുധീരൻ നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളല്ല. ആരോ കളങ്കിതരെ മാറ്റണം എന്ന് VM സുധീരൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടില്ല. ഏതൊക്കെ സ്ഥാനാർത്ഥികളെയാണ് മാറ്റേണ്ടത് എന്ന് VM സുധീരൻ പരസ്യമായി പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന സീറ്റുകളെ ചൊല്ലി തർക്കമുണ്ട് എന്നത് പുറത്തു വന്ന കാര്യമാണ്. അടൂർ പ്രകാശ് മത്സരിക്കുന്ന കോന്നി സീറ്റിനെ കുറിച്ചുള്ള തർക്കം, മന്ത്രി K ബാബു മത്സരിക്കുന്ന സീറ്റിനെ കുറിച്ചുള്ള തർക്കം, ഈ തർക്കങ്ങളൊക്കെ വെറുതെ ഉണ്ടാകുന്നതല്ലല്ലോ. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനിടയ്ക്ക് രാജീവിനിടയ്ക്ക് കയറിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് ഇങ്ങനെ ഇതൊരു വാർത്താ പ്രാധാന്യം ലഭിക്കാൻ കാരണം കോൺഗ്രസിന്റെ സീറ്റ് വിഭജന ചർച്ച അവസാന സമയത്തേക്ക് മാറി എന്നുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് ഇത് രണ്ടും ഒരേ സമയത്ത് നടന്നിരുന്നെങ്കിൽ ഇത്രയധികം വാർത്താ പ്രാധാന്യം കോൺഗ്രസ് സീറ്റ് ചർച്ചയ്ക്ക് കിട്ടുമായിരുന്നില്ല. ഇപ്പൊ വേറെ സീറ്റ് ചർച്ച ഇല്ല. അത് തന്നെ മാത്രമല്ല, ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയിൽ പൂർണ്ണമായിട്ടില്ലല്ലോ. ഇടതുപക്ഷ മുന്നണിയിൽ ഇപ്പോഴാണ് കാണുന്നത് കോതമംഗലത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു എന്നുള്ളത്. 4 ദിവസം മുമ്പല്ലേ CPM അവരുടെ 62 സ്ഥാനാർത്ഥികളുടെ പേര് പുറത്തു കൊണ്ടുവന്നത്, 92 സ്ഥാനാർത്ഥികളുടെ പേര് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോഴല്ലേ കോതമംഗലം സീറ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ തർക്കം എല്ലാവരും ഉണ്ട്. അവരുടെ തർക്കം നേരത്തെ തീർന്നത് കൊണ്ട് അതിനുശേഷം കോൺഗ്രസ് തർക്കം വന്നുകൊണ്ടാണ് വാർത്താ പ്രാധാന്യം ലഭിച്ചത്. പിന്നെ രാജീവ് പറഞ്ഞൊരു കാര്യം, മറ്റേ തൃപ്പൂണിത്തുറ സീറ്റായാലും അതുപോലെ ബെന്നി ബെഹനാന്റെ സീറ്റായാലും അതുപോലെ അടൂർ പ്രകാശിന്റെ സീറ്റായാലും ഈ സീറ്റ് സംബന്ധിച്ച ചർച്ച നടക്കുന്നുള്ള സ്വാഭാവികമാണ്. പക്ഷെ അവിടെ ഇവർ വേണ്ട എന്ന് ആരാണ് പറഞ്ഞത്? ഇവർ വേണ്ട എന്ന് സുധീരൻ പറഞ്ഞിട്ടുണ്ടോ, ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവരെ അനുകൂലിച്ചെന്ന് ഉമ്മൻചാണ്ടി? ഇതൊക്കെയാണ് വാർത്തകളെന്ന് ഞാൻ പറഞ്ഞത്. ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യണം. അത് തെറ്റില്ല. കാരണം അതിനാണല്ലോ നമ്മൾ ചാനലുകളെ ചർച്ച സംഘടിപ്പിക്കുന്നത്. പക്ഷെ അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം കോൺഗ്രസിന്റെ കാര്യങ്ങളെല്ലാം പരസ്യമാണ്. VM സുധീരൻ പരസ്യമായി പറയുന്ന കാര്യവും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പരസ്യമായി പറയുന്ന കാര്യവും നിങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യുന്ന കാര്യവും കോൺഗ്രസിന്റെ സുതാര്യത വ്യക്തമാക്കുന്നതാണ്. നേരെ മറിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ അങ്ങനത്തെ സ്വഭാവമില്ല. അവരെല്ലാം രഹസ്യമായിട്ടാണ്. ആ രഹസ്യമായി നടക്കുന്ന പോലെ ഇപ്പൊ നിങ്ങൾ ചാനൽ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ കോൺഗ്രസ് ഒരു വലിയ ആൾക്കൂട്ടം എന്ന നിലയ്ക്കുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് പുറത്തു വരുന്നു. അതുകൊണ്ട് അതല്ലാതെ ഇതിൽ കോൺഗ്രസിൽ പ്രത്യേകിച്ചൊരു വലിയ പൊട്ടിത്തെറി എന്നൊക്കെ പറയുന്നത് സംഭവിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ R ചന്ദ്രശേഖരൻ, INTUC നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ R ചന്ദ്രശേഖരൻ, ഏതെങ്കിലും ചില നേതാക്കൾ അവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കണമെന്നൊരു ചർച്ച, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നൊരു ചർച്ച കോൺഗ്രസിൽ നടക്കുന്നുണ്ടോ? അവർ മത്സരിച്ചാൽ അവർ ഒരുപക്ഷെ ജയിച്ചേക്കാം, പക്ഷേ മറ്റു മണ്ഡലങ്ങളിലെ ജയത്തെ അത് ബാധിക്കാനിടയുണ്ട് എന്നൊരാശയം KPCC പ്രസിഡന്റ് മുന്നോട്ട് വെച്ചതായി അറിയുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ചർച്ചകൾ മാത്രമാണോ ഇത് ഈ നടക്കുന്നത്, അതോ യഥാർത്ഥത്തിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, ഇവിടെ ഈ തർക്കവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ പറയാനും സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കാനും ഒക്കെ ഈ പാർട്ടിക്കും എല്ലാ പാർട്ടികളിലും സ്വാതന്ത്ര്യമുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും ഇതുപോലെയുള്ള തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ തർക്കമുണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പാർലമെന്ററി ബോർഡ് തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് പുതിയ സ്ഥാനാർത്ഥികളെ മാലാത്ത് സരളാദേവി, AD മുസ്തഫ, MA ചന്ദ്രശേഖരൻ 3 പേരെ 2-3 ആഴ്ചകൾക്ക് ശേഷം പ്രഖ്യാപിച്ചതും ഈ പാർട്ടി അന്നൊന്നും ഇങ്ങനെ ഒരു മീഡിയയുടെ ഒരു വാർത്താ പ്രാധാന്യം കൊടുക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനത്തിനകത്ത് KPCC പ്രസിഡന്റിന് ഒരു നിലപാടെടുക്കാനും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുവാനും
അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ നിരത്തി വെക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതുപോലെ തന്നെയാണ് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മന്ത്രിമാർക്കെതിരെ ആരോപണം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യകാലം മുതലേ ഉള്ള എല്ലാ മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലത് തെളിഞ്ഞിട്ടുണ്ട്, ചിലത് ഒന്നും തെളിഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ വരുന്നതിന്റെ പേരിലൊക്കെ മാറി നിൽക്കുകയും മാറ്റി നിർത്തുകയും അത് വലിയൊരു പാപമാണെന്ന് തീരുമാനിച്ചാൽ പിന്നെ ആരോപണ വിധേയരായിട്ടുള്ള നൂറുകണക്കിനുള്ള പാർട്ടികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരു ചർച്ച ചെയ്യുന്നതാണോ പുറത്തു വരുന്നതാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ രണ്ട് കാര്യത്തിലും ന്യായവും അന്യായവും ഉണ്ട്. പൊതുവായ ശ്രീ ആർ ചന്ദ്രശേഖരൻ, കഴിഞ്ഞ 6 ദിവസമായി ഡൽഹിയിൽ ചർച്ചകൾ നടക്കുന്നു. ചർച്ചകൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഈ 4 or 5 സീറ്റുകളുടെ കാര്യത്തിലാണ്. അങ്ങനെയെങ്കിൽ ഈ 4 or 5 സ്ഥാനാർത്ഥികളെ പ്രത്യേകമായി ലക്ഷ്യമിടുന്നു എന്നൊരു തോന്നൽ അത് സൃഷ്ടിക്കപ്പെടില്ലേ കോൺഗ്രസിനുള്ളിൽ? അല്ല, അതിപ്പോ ഒരു 6 or 5 or 7 ദിവസം ഒരു പുതിയ കാര്യമൊന്നും അല്ല. ഒരുപാട് പ്രോസസ് ഉണ്ടല്ലോ. 140 നിയോജകമണ്ഡലങ്ങളിലൊക്കെ കൊച്ചു കേരളത്തിൽ തന്നെ സ്ഥാനാർത്ഥികളായി 82 പേരെ തീരുമാനിക്കേണ്ടി വരുന്ന ഒരു വലിയ ജനാധിപത്യ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് അത്ര ലാഭത്തോടും എളുപ്പവും ചെയ്യാവുന്ന കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇടതുപക്ഷ മുന്നണി CPIM അടക്കമുള്ള കക്ഷികൾക്കകത്തൊക്കെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനും ഈ ഒരിക്കലും ഇല്ലാത്ത പോലെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് പോലെ തുറന്ന ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് ഒരാഴ്ച എടുത്തു അല്ലെങ്കിൽ 4-5 ദിവസം എടുത്തു അതൊന്നും ഒരു വലിയ സംഭവമല്ല. തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് ഇടപെട്ട് ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചുകൊണ്ട് നാളെ എങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശ്രീ ആർ ചന്ദ്രശേഖരൻ, ഒരു കാര്യം കൂടി, ഹൈക്കമാൻഡ് ഇതിനകം പലകുറി ഈ നേതാക്കളുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി സംസാരിച്ചു, സോണിയാഗാന്ധിയുമായി നേതാക്കൾ സംസാരിച്ചു, ഇതൊക്കെ പല ഘട്ടം നടന്നു. എന്നിട്ടും ഒരു തീരുമാനമുണ്ടാകാൻ വൈകുന്നു. അവിടെയാണ് തർക്കം രൂക്ഷമാണ് എന്ന തോന്നലുണ്ടാകുന്നത്. അല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അടുത്ത് വരുമ്പോൾ പല വാദമുഖങ്ങൾ നിരത്തി സ്ഥാനാർത്ഥികളെ ഫൈനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ അവസാനപ്പെട്ട ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അത് പ്രഖ്യാപിക്കുമ്പോൾ ആ ആശങ്കകളും ആകാംക്ഷകളും എല്ലാം തീരും, ആ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസും UDF-ഉം അധികാരത്തിൽ തിരിച്ചു വരാൻ വേണ്ടി ശക്തമത്തായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീ ചന്ദ്രശേഖരൻ ഞങ്ങളോട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ എല്ലാവരും പറയുന്നത് പോലെ ഇതൊക്കെ സാധാരണഗതിയിൽ നടപ്പുള്ള ചില സംഗതികൾ മാത്രമാണ്. തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ പരിഹരിച്ച് വളരെ ഭംഗിയായ ഒരു പട്ടികയുമായി രംഗത്ത് വരികയും തുടർ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുക എന്ന് എല്ലാവരും പറയുന്നത് പോലെ ഒരു സാഹചര്യമാണോ ഈ പറയുന്ന തർക്കം ഏതാനും നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതാനും സ്ഥാനാർത്ഥികളെ മാറ്റണമെന്ന് KPCC പ്രസിഡന്റ് ശക്തമായ നിലപാടെടുക്കുകയും മുഖ്യമന്ത്രി അവരെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള നിലപാടെടുക്കുകയും ചെയ്തതിന് ശേഷം ഇറങ്ങുന്നൊരു പട്ടിക അത് സൃഷ്ടിക്കുക? അല്ല, പട്ടിക വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പിന്നെയും തർക്കങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ റിബലുകളായിട്ട് മത്സരിക്കും, ചിലർ വോട്ട് മാറ്റി ചെയ്യും, കോൺഗ്രസ്സുകാരെതിരെ പ്രവർത്തിക്കും. അതൊക്കെ സാധാരണ പതിവുള്ള, അതൊന്നും വലിയ പുതുമയൊന്നുമില്ല, സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കോൺഗ്രസ്സുകാർ മിക്കപ്പോഴും അവരുടെ പാർട്ടി പ്രവർത്തകർ സ്വന്തം സ്ഥാനാർത്ഥിക്ക് എതിരെ പ്രവർത്തിക്കുക എന്നുള്ളതും പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടു, പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ തന്നെ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് പിടിക്കുന്ന കാഴ്ച ഇപ്പൊ എന്റെ മണ്ഡലമായ ചാലക്കുടിയിൽ വളരെ പ്രകടമായിട്ട് കണ്ടു. A ഗ്രൂപ്പുകാരും I ഗ്രൂപ്പുകാരും 3-ാം ഗ്രൂപ്പുകാരും 4-ാം ഗ്രൂപ്പുകാരും ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പുകാരും തമ്മിൽ ഒരു കാര്യത്തിൽ വലിയ യോജിപ്പായിരുന്നു. എല്ലാവരും PC ചാക്കോയെ തോൽപ്പിക്കാൻ വേണ്ടി അവരാൽ കഴിയുന്ന രീതിയിൽ പരിശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് ചാക്കോ കോൺഗ്രസിന് വലിയ പ്രാമുഖ്യമുള്ള ചാലക്കുടിയിൽ പരാജയപ്പെട്ടു. ഒരു കാരണവശാലും തോക്കാൻ പറ്റാത്ത സീറ്റാണ് ചാലക്കുടി. UDF ഒന്നും വേണ്ട, കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാവുന്ന സീറ്റാണ് ചാലക്കുടി. ആ ചാലക്കുടിയിൽ ചാക്കോ തോറ്റെന്ന് വെച്ചാൽ പാർട്ടിക്കാരെതിരായിട്ട് പ്രവർത്തിച്ചു, എതിരായിട്ട് വോട്ട് ചെയ്തു. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർക്ക് അറിയാവുന്ന എല്ലാ വിധികളും വിജയകരമായി പരീക്ഷിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ സംസ്ഥാന മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയുടെ വലങ്കൈയും ഇടകൈയുമായിട്ട് അറിയപ്പെടുന്ന 2 മന്ത്രിമാർക്കെതിരെ KPCC പ്രസിഡന്റ് അവിശ്വാസം രേഖപ്പെടുത്തുന്നു. ഇവരെ രണ്ടുപേരും മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് പറയുന്നു. അവരെ മാറ്റുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം ഇവർക്കെതിരായിട്ടുള്ള ആരോപണം ഹൈക്കമാൻഡ് അംഗീകരിച്ചു. ഇവരെ മന്ത്രിസഭയിലല്ല, കോൺഗ്രസിന്റെ MLA-മാരായിട്ട് പോലും തുടരാൻ അർഹതയുള്ളവരല്ല, യോഗ്യതയുള്ളവരല്ല എന്ന് അംഗീകരിച്ചതിന് തുല്യമാണ്. അപ്പോൾ ആ കളങ്കിതരായ ആളുകളെ മാറ്റിയെടുത്തു വെച്ചാൽ അതിന്റെ അർത്ഥം ഈ മന്ത്രിസഭ മൊത്തം കളങ്കിതമായി എന്നുള്ളത് പരോക്ഷമായിട്ട് അംഗീകരിച്ചതിന് തുല്യമായി. ഇനി ഇവരെ രണ്ടുപേരും ഒരു കാരണവശാലും മാറ്റുകയില്ല, ഈ 2 യോഗ്യന്മാരില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം KPCC പ്രസിഡന്റിന്റെ വാക്കിന് വിലയില്ല എന്നുള്ളതാണ്. അത് പോട്ടെ, KPCC പ്രസിഡന്റ് പറഞ്ഞല്ല,
അപ്പോൾ അതിന്റെ ഫലം എന്ന് വെച്ചാൽ അഴിമതിക്കാരെ എന്ത് തന്നെയാലും കോൺഗ്രസ് സംരക്ഷിക്കും. കോൺഗ്രസിന്റെ തറവാട്ട് പാരമ്പര്യം അഴിമതിയാണ് എന്ന കാര്യം അംഗീകരിച്ചെടുത്തില്ലോ. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടായാലും ഒരു വലിയ അനൗചിത്യത്തിലേക്കാണ് പോകുന്നത്. KPCC പ്രസിഡന്റ് ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ പോലും ഈ രണ്ടുപേരെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു ധാരണയുണ്ടല്ലോ. ഇവരെ കുറിച്ച് മാത്രമല്ല മറ്റു മന്ത്രിമാരെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. KPCC പ്രസിഡന്റ് അഭിപ്രായ വ്യത്യാസം ഉന്നയിക്കുന്ന ആളുകൾ മാത്രമല്ല ആരോപണ വിധേയരായി ഉണ്ടായിരുന്നത് നമ്മുടെ പൊതുമധ്യത്തിൽ. പല നിലയ്ക്ക് ആരോപണങ്ങൾ നേരിട്ടവർ മറ്റാളുകളുമുണ്ട്. പക്ഷേ KPCC പ്രസിഡന്റ് കൃത്യമായി ചിലരുടെ കാര്യത്തിൽ മാത്രം ഈ അളവുകോൽ ഉപയോഗിക്കുന്നു എന്ന വിമർശനം അത് വസ്തുതയല്ലേ? അല്ല, അത് ആരോപണ വിധേയരായ ഒരുപാട് പേരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹൈബി ഈഡൻ, വിഷ്ണുനാഥ് അടക്കമുള്ള ആളുകൾ ആരോപണത്തിന് വിധേയരാണ്. മന്ത്രിമാരും മന്ത്രിമാരല്ലാത്തവരും ഉണ്ട്. ഇപ്പോൾ സരിതയുടെ പ്രശ്നത്തിൽ തന്നെ ഉൾപ്പെട്ട എത്രയോ MLA-മാരുണ്ട്, എത്രയോ മന്ത്രിമാരുണ്ട്. ആര്യാടൻ മുഹമ്മദിനെ പോലെ വന്യ വയോധികർ തൊട്ട് അതിനകത്ത് ആരോപണ വിധേയരാണ്. പിന്നെ പല മന്ത്രിമാർക്കും എതിരെ സുധീറിന് പോലും നിലപാടെടുക്കാൻ പറ്റുകയില്ലേ. ഇപ്പൊ അഴിമതി കേസിൽപ്പെട്ട് രാജിവെച്ച് പോയ ആളാണ് KM മാണി. VM സുധീരൻ വിചാരിച്ചാൽ KM മാണിയുടെ അടുത്ത് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ KM മാണിയെ കൂടി മുൻനിർത്തിക്കൊണ്ട് UDF തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിന്റെ ക്ഷീണം കോൺഗ്രസ് അടക്കമുള്ള എല്ലാ പാർട്ടികളും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി അഴിമതി മാത്രമല്ല, കെടുകാര്യസ്ഥതയ്ക്ക് കുപ്രസിദ്ധരായ മന്ത്രിമാരുണ്ടല്ലോ. അതിന് ഈ കോൺഗ്രസിൽ തന്നെ ധാരാളം ആൾക്കാരുണ്ട്. VS ശിവകുമാറിന് ഉദാഹരണമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ PK ജയലക്ഷ്മിയെ നോക്കുക, അനിൽ കുമാറിനെ നോക്കുക. അഴിമതിക്കാരാവണമെന്നില്ല, കെടുകാര്യസ്ഥത കൊണ്ട് ആളുകളെ വെറുപ്പിച്ച ആളുകളുണ്ട്. ഇപ്പോൾ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കുന്നു, നവംബർ 1 കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുന്നില്ല, അല്ലെങ്കിൽ SLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നു, പ്രഖ്യാപിച്ചതിന്റെ 3-ാം ദിവസം അത് തിരുത്തുന്നു, തിരുത്തിയത് 4-ാം ദിവസം പിന്നെയും തിരുത്തുന്നു. ഇതൊക്കെ ഒരു സർക്കാരിന് ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിനുശേഷവും അബ്ദുറബ്ബ് തിരൂരങ്ങാടിയിൽ മത്സരിക്കുന്നു. അബ്ദുറബ്ബ് തിരൂരങ്ങാടി ജയിക്കും, കാരണം മുസ്ലിം ലീഗിന്റെ കോട്ടയാണ് തിരൂരങ്ങാടി. പക്ഷെ അബ്ദുറബ്ബിനെ കൂട്ടി തെരഞ്ഞെടുപ്പിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ അത് ഐക്യമുന്നണിക്ക് ഒരിക്കലും ഭൂഷണമായിരിക്കില്ല. കാരണം ജനങ്ങൾ ഭയപ്പെടും. ഇനിയും UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ അബ്ദുറബ്ബ് വീണ്ടും മന്ത്രിയാവും. വിദ്യാഭ്യാസ രംഗം പണ്ടത്തേക്കാൾ കുത്തഴിഞ്ഞ് കൂഴച്ചൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനൊരു ഭയം ഉണ്ടാവില്ലേ? ഇത് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ശ്രീ VD സതീശൻ പറഞ്ഞ കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ലൈംഗിക ആരോപണം രണ്ടാമത് ഉയർന്നു വന്നു. നമ്മുടെ ഇന്ത്യ വിഷൻ ചാനലുകാർ ഒളിക്യാമറ പ്രയോഗത്തിൽ കൂടി അത് ഉയർന്നു വന്നപ്പോൾ കോൺഗ്രസ്സുകാർ വളരെ ശക്തമായ രീതിയിൽ മുസ്ലിം ലീഗിനെ ഡിഫെൻഡ് ചെയ്തു. ആ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ സതീശൻ പറഞ്ഞ കാര്യം എന്തറിയോ? മുസ്ലിം ലീഗിന് ഒരു ക്ഷീണവും സംഭവിച്ചില്ല. അവരുടെ കോട്ട കൊത്തളങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് നിന്നു. 24 സീറ്റിൽ 20 ജയിച്ചു. പക്ഷേ ഇതുകൊണ്ട് ക്ഷീണം സംഭവിച്ച കോൺഗ്രസിനാണ്. കുഞ്ഞാലിക്കുട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്ന കോൺഗ്രസ്സുകാർക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ വന്നു. പ്രത്യേകിച്ച് തിരുവിതാംകൂർ, കൊച്ചി ഭാഗത്ത് അവരെന്ത് ഉത്തരം പറയും? നിങ്ങൾ എന്തിനു കുഞ്ഞാലിക്കുട്ടിയെ പിന്തുണക്കുന്നു? ഇതുപോലുള്ള ആളുകളെ പിന്തുണക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ലാതെ ജനങ്ങൾ പറയുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു മറുപടി ഉണ്ടാവില്ല. ഈ അപകടമാണ് 138 സ്ഥലത്ത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. K. ബാബു അദ്ദേഹം 10 കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ളത് ഏറെക്കുറെ ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളെ തെരഞ്ഞെടുപ്പ് നിർത്തിയിട്ട് അഴിമതിയില്ലാത്ത സംശുദ്ധമായ സർക്കാരിന് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കില്ലേ, പുച്ഛിക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പോട്ടെ, അടൂർ പ്രകാശ് കഴിഞ്ഞ ഒരു 1.5 മാസത്തിനിടയ്ക്ക് വിവാദപരമായ എത്ര ഉത്തരവുകളാണ് അദ്ദേഹം പാസാക്കിയത്. മെത്രാൻ കായലിന്റെ അകത്താർ ഓർഡർ കൊടുത്തു, പിന്നെ അത് പിൻവലിച്ചു. അദ്ദേഹത്തിന് ഉത്തരവ് ശരിയാണെങ്കിൽ പിൻവലിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ജയശങ്കർ, അത് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഒരു ന്യായം, മന്ത്രിസഭയാണ് തീരുമാനങ്ങൾ എടുത്തത്, അടൂർ പ്രകാശ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. അങ്ങനെ ഉത്തരവാദിത്തം ഉറപ്പിക്കണമെങ്കിൽ അത് മന്ത്രിസഭയുടെ മുഴുവൻ ഉത്തരവാദിത്തമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. അതിൽ അടൂർ പ്രകാശിനെ മാറ്റി നിർത്തി മാത്രം വേട്ടയാടുന്നത് ശരിയല്ല എന്ന വാദത്തിൽ കഴമ്പില്ലേ? അല്ല, അങ്ങനെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ആരെങ്കിലും ഒരാളുടെ മേലെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യണമല്ലോ. അടൂർ പ്രകാശിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പിന്നെ അദ്ദേഹം റവന്യൂ മന്ത്രി ആയിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. എന്റെ വകുപ്പിൽ നിയമവിരുദ്ധമായ ഒരു ഉത്തരവ് ഇറക്കാൻ പറ്റുകയില്ല എന്ന് പറയാൻ പറ്റാത്ത ആൾ എന്ത് റവന്യൂ മന്ത്രിയാണ്? അദ്ദേഹം വേറെ വല്ല ജോലി നോക്കട്ടെ. അദ്ദേഹത്തെ നമ്മളാരെങ്കിലും നിർബന്ധിച്ച് റവന്യൂ മന്ത്രി ആക്കിയതാണോ? എത്ര പ്രഗത്ഭന്മാരായ ആളുകൾ ഭരിച്ച വകുപ്പാണ് റവന്യൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. KR ഗൗരിയമ്മ, PS ശ്രീനിവാസൻ, KM മാണി, ബേബി ജോൺ, ഇവരൊക്കെ എത്ര പ്രഗത്ഭമായ രീതിയിൽ കൈകാര്യം ചെയ്ത വകുപ്പാണ് റവന്യൂ. ആ റവന്യൂ വകുപ്പിൽ ഇത്രയും ഒരു കഴിവില്ലാത്തൊരു മന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, അടൂർ പ്രകാശിനെ പോലെ. അതിന്റെ അർത്ഥം അദ്ദേഹം റവന്യൂ വകുപ്പ് ഭരിക്കാൻ യോഗ്യനല്ലെന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ റവന്യൂ വകുപ്പ് അദ്ദേഹത്തിൽ നിന്ന് മാറ്റാൻ സർക്കാർ ആലോചിച്ചാണ്, ഉമ്മൻചാണ്ടി ആലോചിച്ചാണ് രമേശിനെ മന്ത്രിസഭയിൽ കൊണ്ടുവരുന്ന സമയത്ത്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ റവന്യൂ വകുപ്പ് തിരിച്ചു കൊടുക്കാൻ ആലോചിച്ചാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടാണ് അദ്ദേഹം ആ നടപടി വീറ്റോ ചെയ്യിച്ചത്. വെള്ളാപ്പള്ളി പറഞ്ഞു അടൂർ പ്രകാശിൽ നിന്ന് റവന്യൂ വകുപ്പ് മാറ്റുകയാണെങ്കിൽ ഈഴവ സമുദായത്തോടുള്ള അവഹേളനമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സമുദായത്തെ പേടിച്ചിട്ട് അദ്ദേഹത്തിന് വകുപ്പ് കൊടുത്തു. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ എവിടെ നിൽക്കുന്നു, അടൂർ പ്രകാശ് എവിടെ നിൽക്കുന്നു, ഉമ്മൻചാണ്ടി എവിടെ നിൽക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാഷ്ട്രീയത്തിനുണ്ടായ ഒരു ജീർണത, അപജയം, അതാണ് കാണിക്കുന്നത്.
മന്ത്രി വകുപ്പ് നഷ്ടപ്പെടുന്നുള്ള ഘട്ടം വരുമ്പോൾ ജാതി കാർഡ് ഇറക്കുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. റൈറ്റ്, മടങ്ങിയെത്താം അഡ്വക്കേറ്റ് ജയശങ്കർ, ഷഫീർ, ശ്രീകുമാർ ചർച്ചയിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം.